ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പരമേശ്വരനോട് ഇടയാൻ വരണ്ടാന്ന് നിന്റെ സാറിനോട് പറഞ്ഞേക്ക്. അയാൾ കുറച്ച് കടുപ്പത്തിലാണല്ലോ സാറേ. കയ്യേറ്റൊഴിപ്പിക്കാനായിട്ട് നിയമപരമായിട്ടുള്ള മാർഗങ്ങളില്ലേ, നമ്മൾ അത് നോക്കിയാൽ മതി. എന്തിനാ വെറുതെ ഹോസ്പിറ്റലിൽ ചെന്ന് ചെക്കപ്പ് നടത്തണം. അല്ലാതെ ഇവിടെ സുഖിച്ചിരിക്കാന്ന് കരുതിയോ എന്റെ സുന്ദരിക്കുട്ടി? ആശുപത്രിയിൽ പോകുന്ന കാര്യം ആലോചിക്കുമ്പോൾ തലയുടെ വെളിയിലൊക്കെ അങ്ങ് പോകും. ദേ, ഇത്രയും ദൂരം അതിനു വേണ്ടി വന്നിട്ട് ഇനി ആശുപത്രിയിൽ പോവാതിരിക്കാനുള്ള ന്യായങ്ങൾ പറഞ്ഞു. നാളെ നേരത്തെ റെഡിയായിട്ട് എന്റെ കൂടെ ഇങ്ങ് വന്നേക്കണം. പാവം, ഓഫീസിലെ ജോലിയും എന്റെ കാര്യത്തിന് വേണ്ടിയിട്ടുള്ള ഓട്ടോ ഒക്കെ ആയിട്ട് വല്ലാതെ ഒന്ന് തളർന്നു. ഒന്നുമില്ല. അമ്മയോട് ഇങ്ങനെ ഓരോന്ന് പറയേണ്ടി വരുമ്പോ എന്തോ ഒരു ടെൻഷൻ. അമ്മയോട് എനിക്കിങ്ങനെ പറഞ്ഞു നിൽക്കാനൊന്നും പറ്റില്ല. അമ്മയുടെ നല്ലതിന് വേണ്ടിയല്ലേ മോളെ. തൽക്കാലം അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് കാര്യമില്ല. പിന്നെ സിത്താര മാഡത്തിന്റെ വീട്ടിലെ ജോലി കഴിയുമ്പോൾ നിനക്കൊരു ജോലിയുടെ കാര്യം ഗോപാലമാമ നോക്കുന്നുണ്ട്. എവിടെയെങ്കിലും ശരിയാവും. അന്ന് അമ്മയുടെ ആഗ്രഹം പോലെ നീ ജോലി ചെയ്യുന്ന ഓഫീസ് നിനക്ക് കൊണ്ടുപോയി കാണിക്കാം. എല്ലാരെയും പരിചയപ്പെടുത്തുകയും ചെയ്യാം. ഒക്കെ നടക്കുമ്പോഴേ സാറേ, കളരിക്ക ഗ്രൂപ്പിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം വെറുതെ കിടന്ന പ്രോപ്പർട്ടി ആയത്. ഇതുവരെ നമ്മളൊരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്താൽ ഒരു വർഷത്തിനപ്പുറത്തേക്ക് അത് പോവാറില്ല. യെസ്, പക്ഷേ ഇവിടെ നമ്മൾ പണിതുയർത്താന്ന് തീരുമാനിച്ച വില്ലയുടെ കാര്യത്തിൽ എൻ്റെ കൺഫ്യൂഷൻ അങ്ങ് തീരുന്നില്ല. എത്രയോ ഡിസൈൻസ് നോക്കി, എന്തോ എനിക്ക് യോജിക്കാനാവുന്നില്ല. സംതിങ് സ്പെഷ്യൽ അതായിരിക്കണം ഇവിടെ. ഇപ്പൊ സാറിന് കൺഫ്യൂഷൻ ഉണ്ടാവാനുള്ള കാരണം എന്താണെന്ന് അറിയൂ? എന്താ? മുമ്പാണെങ്കിൽ സാർ ഒരു പ്രോപ്പർട്ടി വാങ്ങുന്നു, ഏറ്റവും അടുത്ത നിമിഷം തന്നെ അവിടെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. വിത്തിൻ ഡേയ്സ് നമ്മൾ അതിന്റെ കച്ചവടവും നടത്തുന്നു. അത് സാറ് വെറും കച്ചവടക്കാരനല്ലേ. ഇപ്പൊ സാറിന്റെ മനസ്സിൽ ചില കുരുത്തക്കേടുകളൊക്കെ ഉണ്ടല്ലോ. അതാ സാറിനെ വീണ്ടും വീണ്ടും ചിന്തിപ്പിക്കുന്നേ, അല്ലേ സാറേ? എടോ, ജീവിക്കാൻ തുടങ്ങും മുമ്പ് നമുക്ക് മറ്റുള്ളവർക്ക് ജീവിക്കാൻ വേണ്ടുന്ന കാര്യങ്ങൾ ഈസി ആയിട്ട് ചെയ്യും. ബട്ട് വൺസ് നമ്മൾ ജീവിക്കാൻ തുടങ്ങിയ, നമ്മൾ സ്വപ്നം കണ്ടു തുടങ്ങിയ, പിന്നെ നമ്മുടെ സ്വപ്നങ്ങൾ വലുതാവും. അതനുസരിച്ചിട്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഒരു സ്വപ്ന സഞ്ചാരം ഉണ്ടാകും. ഇവിടെ എനിക്ക് മനോഹരമായൊരു വില്ല പ്രൊജക്ട് ഉണ്ടാക്കണം. ആര് കണ്ടാലും അതിശയിച്ചു പോകും. സാറേ ഒന്നേ, എന്താണോ? ഒന്ന് സാറേ. സാറേ, ഈ വേലിയുടെ പൊസിഷൻ ഇതായിരുന്നില്ലല്ലോ. ഈ വേലി ഇപ്പോ നമ്മുടെ പ്രോപ്പർട്ടി ഇല്ല സാറേ. ഒരു കയ്യേറ്റം നടന്നിട്ടുണ്ട്. കയ്യേറ്റോ? അതെ സാറേ, വേലി ഇങ്ങോട്ട് ഒരുപാട് കയറ്റിക്കെട്ടിയിരിക്കുക. അത് വിട്ടുകൊടുത്താൽ നമുക്കൊരു 4-5 സെന്റ് സ്ഥലമെങ്കിലും നഷ്ടപ്പെടും. തനിക്ക് ഷുവറാണെങ്കിൽ ഈ പ്രോപ്പർട്ടി ഓണറെന്ന് വിളിക്കും. ഇപ്പൊ വിളിക്കാം സാറേ. ഹലോ ഹലോ, പരമേശ്വര സാറല്ലേ? അതെ, നിങ്ങളാരാ? സാർ, എന്റെ പേര് മാണിക്കുഞ്ഞ്. ചിറ്റൂര് സാറിന്റെ പ്രോപ്പർട്ടിക്ക് അടുത്ത് കിടക്കുന്ന ഒരു പ്രോപ്പർട്ടി കളരിക്കൽ ഗ്രൂപ്പിലെ നവീൻ സാർ വാങ്ങിയിട്ടുണ്ടല്ലോ. ഞാനേ നവീൻ സാറിന്റെ മാനേജരാ. എന്താ കാര്യം? സാറേ, സാറിന്റെ പ്രോപ്പർട്ടിയുടെ വേലി ഇപ്പൊ നിൽക്കുന്നതേ നവീൻ സാർ വാങ്ങിയ പ്രോപ്പർട്ടിയിലാ. നവീൻ സാറിന്റെ ഭൂമിയും സാറ് കുറച്ച് കയ്യേറിയിട്ടുണ്ട്. എനിക്കൊരുത്തന്നെ ഭൂമി ആവശ്യമില്ല. ഞാനേ കാലാകാലങ്ങളായിട്ട് അവിടെ താമസിക്കുന്നവനാ. വന്ന് കയറിയവന്മാര് എന്നെ നിയമം പഠിപ്പിക്കണ്ട.
ഹ്, അതെന്ത് പണിയാ സാറേ? ഞങ്ങള് വാങ്ങിയ ഭൂമി ഞങ്ങൾക്ക് കിട്ടണ്ടേ? ഞങ്ങളെ ഈ വേലി പൊളിച്ചു കളയാൻ പോവാ. വേലി തൊട്ടാ തൊട്ടവന്റെ കൈ ഞാൻ വെട്ടും. ഈ പരമേശ്വരനെ നിങ്ങൾക്ക് അറിഞ്ഞൂടാ. ആ നാട്ടിലെ പരമേശ്വരൻ അളക്കുന്ന അളവ്, അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതിൽ എന്തെങ്കിലും കെട്ടിപ്പൊക്കിയാ മതി. സാറേ പ്രശ്നമാവേ? ഓ, പ്രശ്നം ഞാനങ്ങ് സഹിച്ചോളാം. പരമേശ്വരനോട് ഇടയാൻ വരണ്ടാന്ന് നിന്റെ സാറിനോട് പറഞ്ഞേക്ക്. അയാൾ കുറച്ച് കടുപ്പത്തിലാണല്ലോ സാറേ. കയ്യേറ്റൊഴിപ്പിക്കാനായിട്ട് നിയമപരമായിട്ടുള്ള മാർഗങ്ങളില്ലേ? നമ്മൾ അത് നോക്കിയാൽ മതി. എന്തിനാ വെറുതെ ഒരു വഴക്ക്? ഹലോ സാറേ, നവീന. പുതിയ പ്രോജക്റ്റിന്റെ ഉദ്ഘാടനം വല്ലതുണ്ടോ? അത് പറഞ്ഞാണല്ലോ സാധാരണ എന്നെ വിളിക്കാറ്. അത് സാർ ഒരു പ്രൊജക്ടിന്റെ പ്ലാനിങ്ങിലാണ്. പക്ഷേ ചെറിയൊരു പ്രോബ്ലം. എന്റെ പ്രോപ്പർട്ടി അനധികൃതമായിട്ട് ഒരാൾ കയ്യേറിയിട്ടുണ്ട്. ഏകദേശം ഒരു 5 സെന്റ് വരും. ചിറ്റൂരില്ല. ഇഷ്യൂ വല്ലതും ഉണ്ടായോ? ഇല്ല സാർ. മാനേജർ അയാളെ വിളിച്ചായിരുന്നു. പക്ഷേ അയാളെ കുറച്ച് ഉടക്കലൈന. ഞാൻ എന്താ ചെയ്യേണ്ടത്? താനൊരു കാര്യം ചെയ്യേ, ആരുടെയൊക്കെ ഒരു റിക്വസ്റ്റ് കൊടുക്ക. ഭൂമി നമുക്ക് കൃത്യമായിട്ട് അളന്ന് തിട്ടപ്പെടുത്താം. ഗവൺമെന്റ് ഒഫീഷ്യൽസ് വന്ന് അളന്ന് തിട്ടപ്പെടുത്തിയാൽ അയാൾക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. താങ്ക് യു സാർ. സാറ് പറഞ്ഞ പോലെ ചെയ്യാം. ഇനി എന്നാ നമ്മൾ തമ്മിൽ കാണുന്നേ? സാറ് പറഞ്ഞാൽ മതി. ഐ എം ഓൾവേസ് റെഡി. ഓക്കെ, തന്റെ തിരക്കൊഴിയട്ടെ, ഞാൻ വിളിക്കാം. ഓക്കെ. മണിക്കുഞ്ഞാ, ആരുടെയൊക്കെ ഒരു റിക്വസ്റ്റ് അയക്കണം. ബാക്കി കളക്ടർ സാർ നോക്കിക്കോളും. ആ ഓക്കെ സാർ. അപ്പോ പരമേശ്വരൻ സാറിന്റെ അഹങ്കാരത്തിന് ഒരു അടി കൊടുക്കാം അല്ലേ സാറേ? ഹലോ, അയ്യപ്പനാ സാറേ. എന്താ അയ്യപ്പ? എന്തെങ്കിലും വിവരം കിട്ടിയോ? സാറേ, സാറ് പറഞ്ഞതുപോലെ ആ ഇരട്ട പെൺകുട്ടികൾ ജനിച്ച നാട്ടിലാണ് ഞാനിപ്പോ നിൽക്കുന്നത്. നാഗപൂജയൊക്കെ ഉണ്ടായിരുന്ന തറവാടാത്. താൻ അവരുടെ അടുത്ത് പോയോ? നേരിട്ട് കണ്ടോ? ആ ഇരട്ടകളിൽ ഒരാള് കുറച്ചു കാലം മുമ്പ് മരിച്ചുപോയി. ന്യൂമോണിയ ആയിരുന്നെന്നാ നാട്ടുകാർ പറയുന്നത്. അടുത്ത പെൺകുട്ടിയെ ഒരു പട്ടാളക്കാരൻ കല്യാണം കഴിച്ചുകൊണ്ടുപോയി. അവര് പഞ്ചാബിലെ പോ. ഓ, ഞാൻ ഇനി എന്തെങ്കിലും തിരക്കണോ സാറേ? ആ പട്ടാളക്കാരന്റെ അഡ്രസ്സോ മറ്റോ? ഞാൻ പറയാം, എന്നിട്ട് മതി. ഓ ശരി സാറേ.